ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഫാർമാനോട്സിലേക്ക് സ്വാഗതം. നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സിനെ പറ്റിയാണ്. ഫസ്റ്റ് നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ബേസ്ഡിലാണ് പഠിക്കുന്നത്, ഷോർട്ട് നോട്ട് ഫോമിലാണ് പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഹിപ്നോട്ടിക്സ് ആർ ഡ്രഗ്സ് വിച്ച് കാംസ് ദ പേഷ്യൻറ്റ് ബൈ ഡിപ്രസിങ് CNS ആക്ടിവിറ്റി ആൻഡ് പ്രൊഡ്യൂസ് സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് CNSനെ ഡിപ്രസ് ചെയ്യുകയും അതേപോലെ പേഷ്യൻസിനെ കാം ചെയ്യുകയാണ് ഈ ഹിപ്നോട്ടിക്സ് ഡ്രഗ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എന്തിനു ഉപയോഗിക്കുന്നു? അതുകൊണ്ട് അത് നമ്മുടെ ഇൻസോംനിയയ്ക്ക് ഉപയോഗിക്കുന്നു. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സെഡേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സെഡേറ്റീവ്സ് ആർ ഡ്രഗ്സ് വിച്ച് റെഡ്യൂസ് ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് പേഷ്യൻറ്റ് ആൻഡ് കാംസ് ദ ആൻസൈറ്റി ബൈ ഡിപ്രസിങ് CNS വിത്തൗട്ട് കോസസിങ് സ്ലീപ്പ്. സെഡേറ്റീവ്സ് എന്താ ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുന്നു, എക്സൈറ്റ്മെൻറ്റ് ഓഫ് ദ പേഷ്യൻസും റെഡ്യൂസ് ചെയ്യുന്നു, ആൻസൈറ്റിനെ കാം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? CNSനെ വിത്തൗട്ട് ഡിപ്രസ് ചെയ്യുന്ന CNS വിത്തൗട്ട് കോസസിങ് സ്ലീപ്പ്. CNSനെ ഡിപ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്, സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്യാതെ CNSനെ ഡിപ്രസ് ചെയ്തുകൊണ്ടും അതേപോലെ പേഷ്യൻസിനെ എക്സൈറ്റ്മെൻറ്റ് കുറയ്ക്കുകയും ആൻസൈറ്റി കാം ചെയ്യുകയാണ് സെഡേറ്റീവ്സ് ചെയ്യുന്നത്. Some of the drugs of this category are employed in anticonvulsants and muscle relaxant, and other may be used for producing general anesthesia. അപ്പം ഈ ഡ്രഗ്സ് ഇതിലെ ചില ഡ്രഗ്സ് ആൻറ്റി കൺവൾസൻ്റ് ആയിട്ടും അതേപോലെ മസിൽ റിലാക്സൻ്റ് ആയിട്ടും അതേപോലെ ജനറൽ അനസ്തെറ്റിക്സ് പർപ്പസിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിലൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് ലെങ്ത് കൂടും. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഡെഫിനേഷൻ മാത്രം മലയാളത്തിൽ പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ നോട്ട് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിലും കൂടെ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് മുതൽ മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വേണ്ടാണ് ബാർബിറ്റുറേറ്റ്സ്. അതിലെ ബാർബിറ്റുറേറ്റ്സും നോൺ ബാർബിറ്റുറേറ്റ്സുമാണ് മെയിനായിട്ടുള്ള രണ്ട് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ബേസിൽ. അതിൽ ഫസ്റ്റ് ബാർബിറ്റുറേറ്റ്സ് തന്നെ കുറേ ചെറിയ ചെറിയ ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലോങ് ആക്ടിങ് ബാർബിറ്റുറേറ്റ്സ്. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 6 hours ഓർ മോർ ആണ്. അതിന് എക്സാമ്പിളാണ് ഫീനോബാർബിറ്റോൺ. ഈ ബാർബിറ്റുറേറ്റ്സിലെ സെക്കൻഡ് വണ്ണാണ് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ 4 to 6 hours ആണ്. എക്സാമ്പിളാണ് ബ്യൂട്ടോബാർബിറ്റോൺ. അതിൽ ഈ ബാർബിറ്റുറേറ്റ്സിലെ തേർഡ് വണ്ണാണ് ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റ്സ്. അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 3 to 4 hours ആണ്. എക്സാമ്പിളാണ് പെൻറ്റോബാർബിറ്റോൺ ആൻഡ് സെറോബാർബിറ്റോൺ. ഞാൻ പറഞ്ഞായിരുന്നു ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് മെയിൻ വൺ എന്ന് പറഞ്ഞാൽ ബാർബിറ്റുറേറ്റ്സ്, സെക്കൻഡ് മെയിൻ വൺ എന്ന് പറഞ്ഞാൽ നോൺ ബാർബിറ്റുറേറ്റ്സ്. ബാർബിറ്റുറേറ്റ്സിലെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു, ലോങ് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഷോർട്ട് ആക്ടിങ്. ഇനി നെക്സ്റ്റ് മെയിൻ വണ്ണാണ് എന്ത്, സെക്കൻഡ് നെക്സ്റ്റ് വണ്ണാണ് നോൺ ബാർബിറ്റുറേറ്റ്സ്. അതും ഇതേപോലെ തന്നെ ഒരു 3 കാറ്റഗറി ഉണ്ട്, 4 കാറ്റഗറി ഉണ്ട് അതിനകത്ത് എക്സാമ്പിൾസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ബെൻസോഡയസെപ്പിൻ. നോൺ ബാർബിറ്റുറേറ്റ്സിലെ ഫസ്റ്റ് വണ്ണാണ് ബെൻസോഡയസെപ്പിൻ. അതിന് എക്സാമ്പിളാണ് ഡയസെപ്പാം, നൈട്രോസെപ്പാം ആൻഡ് ഓക്സിസെപ്പാം. നോൺ ബാർബിറ്റുറേറ്റ്സിലെ സെക്കൻഡ് വണ്ണാണ് ആൽക്കഹോൾ. അതിന് എക്സാമ്പിളാണ് ക്ലോറാൽ ഹൈഡ്രേറ്റ്. നോൺ ബാർബിറ്റുറേറ്റ്സിലെ തേർഡ് വണ്ണാണ് ആൽഡിഹൈഡ്. എക്സാമ്പിളാണ് പാരാൽഡിഹൈഡ്. നെക്സ്റ്റ് നോൺ ബാർബിറ്റുറേറ്റ്സിലെ നെക്സ്റ്റ് വണ്ണാണ് മിക്സലേനിയസ്. അതിന് എക്സാമ്പിളാണ് ഗ്ലൂട്ടിത്തിമൈഡ്. നമുക്കിനി ഓരോ കാറ്റഗറി ബേസിൽ ഓരോ ഡ്രഗ്സ് വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ബാർബിറ്റുറേറ്റ്സ്. അതിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് ബാർബിറ്റുറേറ്റ്സ് ആർ ദ ഡെറിവേറ്റീവ്സ് ഓഫ് ബാർബിറ്റുറിക് ആസിഡ്. Barbituric acid is 2,4-trioxohexahydropyrimidine. As such, barbituric acids have no CNS depressant activity, but substituted by alkyl or aryl group at position 5 gives hypnotic and sedative activity. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തേക്കാം. ബാർബിറ്റുറിക് ആസിഡ്സ് ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള കോമ്പൗണ്ട് ഓരോ ഡ്രഗ്സിൻ്റെയും. പിന്നെ അതിൻ്റെ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് ആൽക്കൈലോ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ് ആക്ടിവിറ്റി കിട്ടുന്നത്. എവിടെ? 5th പൊസിഷനിൽ ഇങ്ങനെ വേറെ ചെറിയ ചെറിയ മാറ്റം വരുമ്പോഴാണ്, ചെറിയ അറൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് നമുക്ക് ഈ ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ് ആക്ടിവിറ്റി കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാർബിറ്റുറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കുക കേട്ടോ. ഈ സ്ട്രക്ചറിൻ്റെ താഴെയുള്ള ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് ആണ്. തെറാപ്യൂട്ടിക്കലി ബാർബിറ്റുറേറ്റ് ഹാവ് മെനി ഡിസഡ്വാൻറ്റേജസ്. Hypnotics include tolerance,
abuse dependence and hangover. They are being replaced by much safer and less toxic like benzodiazepine. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഡ്രഗ്സ് ഇതാണ്. അതിൻ്റെ സ്ട്രക്ചറാണ് ഫസ്റ്റ്. അതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തേക്കാം. ബേസിക് ഗ്രൂപ്പ് പ്രസൻറ്റ് എന്ന് പറയുന്നത് ബാർബിറ്റുറിക് ആസിഡ്സ് ആണ്. സ്ട്രക്ചറിൻ്റെ താഴെയുള്ള പോയിൻറ്റ്സ് ആണ്. ബേസിക് ഗ്രൂപ്പ് പ്രസൻറ്റ് എന്ന് പറയുന്നത് ബാർബിറ്റുറിക് ആസിഡ്സ് ആണ്. ഹെറ്ററോസൈക്ലിക് സിസ്റ്റം പ്രസൻറ്റ് എന്ന് പറയുന്നത് ഹെക്സാ ഹൈഡ്രോ പിരിമിഡിനാണ്. നെക്സ്റ്റ് ഫിനോബാർബിറ്റുറേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫിനോബാർബിറ്റോണിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പോയിൻ്റാണ് വൈറ്റ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് സ്ലൈറ്റ് ബിറ്റർ ടേസ്റ്റ്. നെക്സ്റ്റ് പോയിൻ്റാണ് വെരി സ്ലൈറ്റ്ലി സോൾബിൾ ഇൻ വാട്ടർ. ഈ ഫിനോബാർബിറ്റോണിൻ്റെ സ്റ്റോറേജ് ആണ്. ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ. നെക്സ്റ്റ് ഫിനോബാർബിറ്റോണിൻ്റെ യൂസസ് ആണ്. ഫസ്റ്റ് വൺ ഹിപ്നോട്ടിക് ആൻഡ് സെഡേറ്റീവ്. സെക്കൻഡ് വൺ ആൻറ്റി കൺവൾസൻ പ്രോപ്പർട്ടി. തേർഡ് വൺ ഗ്രാൻഡ് മാൽ സിഷർ ആൻഡ് സൈക്കോമോട്ടർ അറ്റാക്സ്. അപ്പോൾ ഇത്രയും. നെക്സ്റ്റ് ഡ്രഗാണ് ബ്യൂട്ടോബാർബിറ്റോൺ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തേക്കാവേ. അതിൻ്റെ സ്ട്രക്ചറിനകത്ത് അതിൻ്റെ സ്ട്രക്ചർ നെയിമാണ് 5-ബ്യൂട്ടൈൽ 5-ഈഥൈൽ ബാർബിറ്റുറിക് ആസിഡ്. ഇതിൻ്റെ ബേസിക് ഗ്രൂപ്പ് പ്രസൻറ്റ് എന്ന് പറയുന്നത് ബാർബിറ്റുറിക് ആസിഡാണ്. ഹെറ്ററോസൈക്ലിക് റിംഗ് സിസ്റ്റം പ്രസൻറ്റ് ഹെക്സാ ഹൈഡ്രോ പിരിമിഡിൻ. ഇതാണ് സ്ട്രക്ചറിന് താഴെ എഴുതേണ്ട പോയിൻറ്റ്സ്. ഫസ്റ്റ് സ്ട്രക്ചറിൻ്റെ നെയിമാണ് 5-ബ്യൂട്ടൈൽ 5-ഈഥൈൽ ബാർബിറ്റുറിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് അതായത് ബ്യൂട്ടോബാർബിറ്റോണിൻ്റെ പ്രോപ്പർട്ടീസാണ് കളർലെസ് ഓർ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ, സ്ലൈറ്റ്ലി സോളുബിൾ ഇൻ വാട്ടർ, ഫ്രീലി സോളുബിൾ ഇൻ ആൽക്കഹോൾ. നെക്സ്റ്റ് ബ്യൂട്ടോബാർബിറ്റോണിൻ്റെ സ്റ്റോറേജ് ആണ്. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ്. നെക്സ്റ്റ് ബ്യൂട്ടോബാർബിറ്റോണിൻ്റെ യൂസസ് ആണ്. ഫസ്റ്റ് വൺ ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്. സെക്കൻഡ് വൺ യൂസ്ഡ് ഇൻ ഇൻസോംനിയ. നെക്സ്റ്റ് ഡ്രഗാണ് സൈക്ലോബാർബിറ്റോൺ. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് വൈറ്റ് ഓർ സ്ലൈറ്റ്ലി യെല്ലോ പൗഡർ, സ്ലൈറ്റ്ലി സോളുബിൾ ഇൻ വാട്ടർ. ഈ സൈക്ലോബാർബിറ്റോണിൻ്റെ സ്റ്റോറേജ് ആണ്. ഷുഡ് ബി കെപ്റ്റ് ഇൻ വെൽ ക്ലോസ്ഡ് ലൈറ്റ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നർ. സൈക്ലോബാർബിറ്റോണിൻ്റെ യൂസസ് ആണ് മൈൽഡർ ഇൻ ആക്ഷൻ ആൻഡ് യൂസ്ഡ് ഇൻ ഇൻസോംനിയ ആൻഡ് ആൻസൈറ്റി. അടുത്തതാണ് നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാസിഫിക്കേഷനിൽ. ഫസ്റ്റ് വൺ ബാർബിറ്റുറേറ്റ്സ്, സെക്കൻഡ് വൺ നോൺ ബാർബിറ്റുറേറ്റ്സ്. ബാർബിറ്റുറേറ്റ്സ് കാറ്റഗറിയിലുള്ളത് നമ്മൾ ഇത്രയും ഡ്രഗ്സ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് നോൺ ബാർബിറ്റുറേറ്റ്സ് ആണ്. നോൺ ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ സെവറൽ കോമ്പൗണ്ട് വിച്ച് ഡു നോട്ട് ഹാവ് ബാർബിറ്റുറേറ്റ് സ്ട്രക്ചർ ബട്ട് ഹാവ് ഹിപ്നോട്ടിക് സെഡേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് അതിൽ ഓരോ കോമ്പൗണ്ട്സും നോൺ ബാർബിറ്റുറേറ്റ്സ് ഞാൻ പറഞ്ഞായിരുന്നു. ബെൻസോഡൈസെപ്പിൻ അങ്ങനെ ഓരോരോ കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിലെ ബെൻസോഡൈസെപ്പിൻ എക്സാമ്പിളാണ് നൈട്രോസെപ്പം. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് യെല്ലോ ക്രിസ്റ്റലൈൻ പൗഡർ, പ്രാക്ടിക്കലി ഇൻസോൾബിൾ ഇൻ വാട്ടർ. അതിൻ്റെ സ്റ്റോറേജ് ആണ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ. നൈട്രോസെപ്പാൻ്റെ യൂസസ് ആണ് യൂസ്ഡ് ആസ് ഹിപ്നോട്ടിക് ആൻഡ് ഇൻ ഷോർട്ട് ടേം മാനേജ്മെൻറ്റ് ഓഫ് ഇൻസോംനിയ. സെക്കൻഡ് യൂസ് ആണ് യൂസ്ഡ് ഇൻ എപ്പിലെപ്സി. അതേഴ്സ് കാറ്റഗറിയിലുള്ളതാണ് ഗ്ലൂട്ടത്തിമൈഡ്. അതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തേക്കാം. അതിൻ്റെ സ്ട്രക്ചർ നെയിമിംഗ് എന്ന് പറയുന്നത് 3-ഈഥൈൽ 3-ഫീനൈൽ പൈപ്പിരിഡിൻ 2,6-ഡയോൺ. ഇതിനകത്ത് ഹെറ്ററോസൈക്ലിക് റിംഗ് സിസ്റ്റം പ്രസൻറ്റ് ചെയ്താണ് പൈപ്പിരിഡിൻ. അതിൻ്റെ സ്ട്രക്ചർ ഞാൻ കൊടുത്തേക്കാം. നെക്സ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഏതിൻ്റെ പ്രോപ്പർട്ടീസ്? ഗ്ലൂട്ടത്തിമൈഡിൻ്റെ പ്രോപ്പർട്ടീസ്. കളർലെസ് ക്രിസ്റ്റൽ ഓർ വൈറ്റ് പൗഡർ, ബിറ്റർ ഇൻ ടേസ്റ്റ്. നെക്സ്റ്റ് പോയിൻറ്റ് പ്രാക്ടിക്കലി ഇൻസോളുബിൾ ഇൻ വാട്ടർ, സോളുബിൾ ഇൻ ആൽക്കഹോൾ. ഈ ഗ്ലൂട്ടത്തിമൈഡിൻ്റെ സ്റ്റോറേജ് ആണ് ഷുഡ് ബി കെപ്റ്റ് ഇൻ വെൽ ക്ലോസ്ഡ് ലൈറ്റ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നർ. ഗ്ലൂട്ടത്തിമൈഡിൻ്റെ യൂസസ് ഹിപ്നോട്ടിക് ആൻഡ് സെഡേറ്റീവ്. നെക്സ്റ്റ് യൂസ് ആണ് യൂസ്ഡ് ഇൻ ഷോർട്ട് ടേം മാനേജ്മെൻറ്റ് ഓഫ് ഇൻസോംനിയ. നെക്സ്റ്റ് ഡ്രഗാണ് മെതിപ്രലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സോളുബിൾ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ, ബിറ്റർ ആൻഡ് ടേസ്റ്റ്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് സോൾബിൾ ഇൻ ആൽക്കഹോൾ, ബെൻസിൻ എക്സെട്ര. മെതിപ്രലോണിൻ്റെ സ്റ്റോറേജ് ആണ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. മെതിപ്രലോണിൻ്റെ യൂസസ് ആണ് യൂസ്ഡ് ആസ് ഹിപ്നോട്ടിക് ഫോർ ഇൻഡ്യൂസിങ് സ്ലീപ്പ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഇൻസോംനിയ ആൻഡ് ഇൻ മെഡിക്കൽ കണ്ടീഷൻസ് റിക്വയറിങ് സ്ലീപ്പ്. നെക്സ്റ്റ് ഡ്രഗാണ് പാരാൾഡിഹൈഡ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ക്ലിയർ കളർലെസ് ഓർ സ്ലൈറ്റ്ലി യെല്ലോ ലിക്വിഡ് വിത്ത് എ സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഫ്രീലി സോളുബിൾ ഇൻ വാട്ടർ. ഈ പാരാൾഡിഹൈഡിൻ്റെ സ്റ്റോറേജ് ആണ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സ്മോൾ വെൽ ക്ലോസ്ഡ്
container in a complete darkness at a temperature of 8 to 50 degrees Celsius. When solidified, all of the content should be liquidized by warming before use. The label on the container should state the nature and a proportion of antioxidant added, and that may decompose on standing from harmful substances. Paraldehyde uses are used by IM for treatment of convulsion. Next use ആണ് hypnotic and sedative. Next drug ആണ് triclophos sodium. അതിൻ്റെ പ്രോപ്പർട്ടി ആണ് white hygroscopic powder, freely soluble in water. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ kept in well closed container. യൂസസ് എന്ന് പറഞ്ഞാൽ ട്രൈക്ലോഫോസ് സോഡിയത്തിൻ്റെ യൂസസ് ആണ് hypnotic and sedative. നെക്സ്റ്റ് യൂസ് ആണ് യൂസ്ഡ് ഇൻ ഇൻസോംനിയ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സിനെ പറ്റി പറയാനുള്ളത്. ഒരു ഷോർട്ട് നോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് എഴുതണം ഷോർട്ടായിട്ട്. ഒരു ഷോർട്ട് നോട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് മൊത്തം എഴുതണം. ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അതിൻ്റെ ഓരോ കോമ്പൗണ്ട്സും അതിൻ്റെ സ്ട്രക്ചർ മെയിനായിട്ട് എഴുതണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സിനെ പറ്റി പഠിച്ചത്. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ മലയാളത്തിലും കൂടെ നോട്ട്സ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ തൊട്ട് മലയാളത്തിലും കൂടെ പറയുന്നതാണ്. താങ്ക് യു ഓൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.